പ്രതീക്ഷയിൽ വന്നതിന് ശേഷം എനിക്ക് ഓർമ്മയ്ക്കായി വന്നു. പോയി നടന്നു തുടങ്ങി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഞാൻ ഇനി ഒരു കാലത്തും നടക്കില്ല എന്നാണ് പറഞ്ഞത്. 1-2 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 13 വർഷം കൊണ്ട് 65,000-ഓളം രോഗികൾക്ക് ആശ്വാസമേകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് SD സഭയിലെ സിസ്റ്റർ ഏഞ്ചൽ. കോതമംഗലം രൂപതയിലെ നെല്ലിമറ്റത്താണ് സിസ്റ്റർ ഏഞ്ചലിൻ്റെ നേതൃത്വത്തിൽ രോഗികൾക്ക് അഭയമരുളുന്നത്. എൻ്റെ പേര് സിസ്റ്റർ ഏഞ്ചൽ കുരിക്കാട്ടിൽ. പ്രതീക്ഷ റീഹാബിറ്റേഷൻ സെൻറ്ററിലെ റീഹാബിറ്റേഷൻ ഓഫീസർ ആൻഡ് റീഹാബിറ്റേഷൻ തെറപ്പിസ്റ്റായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഇപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഈ പ്രതീക്ഷ റീഹാബിറ്റേഷൻ സെൻറ്റർ 1979 ഒക്ടോബർ 5-നാണ് ഇത് സ്ഥാപിതമായത്. സുഷ്മുന നാഡിക്കോ ശിരസിനോ ഉണ്ടാകുന്ന ആഘാതങ്ങൾ മൂലം ശരീരം തളർന്നു പോയവർ, സെറിബ്രൽ പാൾസി, സ്ട്രോക്ക്, മസ്കുലർ ഡിസ്ട്രോഫി, മൾട്ടിപ്പിൾ സിറോസിസ്, പാർക്കിൻസൺസ്, ശരീരത്തിനുണ്ടാകുന്ന ഒടിവ്, ചതവ്, അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ തുടങ്ങി ഒട്ടേറെ ശാരീരികമായ ദുരിതങ്ങൾക്കാണ് സിസ്റ്റർ ആശ്വാസമായി മാറുന്നത്. ദൈനംദിന പ്രാർത്ഥനയോടെ ആരംഭിച്ച് പ്രാർത്ഥനയോടെ അവസാനിക്കുന്ന ദിനങ്ങൾക്ക് ദൈവം നൽകുന്ന കയ്യൊപ്പാണ് രോഗികളിൽ പ്രത്യാശ നിറയ്ക്കുന്നതെന്ന് സിസ്റ്റർ പറയുന്നു. ഇവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു 20 പേഷ്യൻറ്റിനോളം ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഭക്ഷണം വെച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പേഷ്യൻറ്റിന് ഒരു ദിവസം ഒരു 7 മണിക്കൂറോളം തെറപ്പി കൊടുക്കുന്നുണ്ട്. ഫിസിയോതെറപ്പി, ഒക്കുപേഷൻ തെറപ്പി, സ്പീച്ച്, റെമഡിയൽ ട്രെയിനിങ്, ബിഹേവിയർ മോഡിഫിക്കേഷൻ, കൗൺസിലിംഗ്, ഇതെല്ലാം കൊടുത്താണ് നമ്മളിവിടെ പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ദൈവാനുഗ്രഹത്താൽ ലഭിക്കുന്നുണ്ട്. അധികമായിട്ടും ഇവിടെ വരുന്നത് സ്പൈനൽ കോഡ്, ഹെഡ് ഇഞ്ചുറി, സ്ട്രോക്ക്, മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ഉള്ളവർ വരുന്നുണ്ട്. പിന്നെ മസ്കുലർ ഡിസ്ട്രോഫി, CP, ഓട്ടിസം മാനേജ്മെൻറ്റ്, ലേണിംഗ് പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള നാനാവിധ വൈകല്യങ്ങൾ എന്നുവെച്ചാൽ 21 ഡിസബിലിറ്റിയും ഇവിടെ ഹാൻഡിൽ ചെയ്യാനും അവരുടെ റീഹാബിലിറ്റേഷൻ കൊടുക്കാനും ഒരു സൗകര്യം ഇപ്പോൾ പ്രതീക്ഷ റീഹാബിറ്റേഷൻ സെൻറ്ററിനുണ്ട്. അനുയോജ്യമായ സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പേഷ്യൻറ്റിന് നമ്മൾ രാവിലെ ഒരു 9 മണി തൊട്ട് 5 മണി വരെയാണ് അവരുടെ റീഹാബിറ്റേഷൻ പ്രോഗ്രാം പോകുന്നത്. എൻ്റെ പേര് ആൽഫിനീൽ. എൻ്റെ വീട് ഇവിടെ മാതിരിപ്പള്ളിയിലാണ്, കോതമംഗലം. അപ്പോൾ എനിക്ക് കഴിഞ്ഞ 2024 ഒക്ടോബർ മാസം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു. മേജർ ഹെഡ് ഇഞ്ചുറി, സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിരുന്നു. പിന്നെ സ്പൈനലിന് ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് തന്നെ വലത്തെ സൈഡിലായിരുന്നു ബ്ലീഡിങ്. അപ്പോൾ നേരെ തന്നെ 2 ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു ഞാൻ ഇനി ഒരു കാലത്തും നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മയുടെ ഒരു കൂട്ടുകാരത്തി വഴിയാണ് ഞാനിവിടെ പ്രതീക്ഷ റീഹാബിലിറ്റേഷൻ സെൻറ്ററിനെ പറ്റി അറിയുന്നത്. എന്നിട്ട് എന്നെ ഇവിടെ കൊണ്ടിരിക്കുകയും ഇവിടുത്തെ സിസ്റ്റർ ഏഞ്ചലിൻ്റെ സഹായത്തോടുകൂടി, ഇവിടുത്തെ സ്റ്റാഫുകളുടെ സഹായത്തോടുകൂടി എന്നെ ഓരോ ട്രീറ്റ്മെൻറ്റിന് ഇതാക്കുകയും ഓരോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എനിക്ക് കാലിന് നടക്കില്ല എന്ന് വിചാരിച്ച് എന്നെ കാലിൻ്റെ ഓരോരോ മൂവ്മെൻറ്റുകൾ കാണിച്ചു തന്ന് ഓരോന്നും ചെയ്യിപ്പിച്ച് എന്നെ ഇപ്പം ഇത്രയും നിലയിലെത്തിച്ചു. ഇപ്പം എനിക്ക് പഴയതുപോലെ തന്നെ എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യാം. ഓടാനും നടക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറ്റും. നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന എന്നെ ഇപ്പം എല്ലാ കാര്യത്തിനുമായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. അതിന് ഇവിടുത്തെ സിസ്റ്ററിനോടും സിസ്റ്ററിൻ്റെ സ്റ്റാഫുകളോടും നന്ദി മാത്രമേ ഉള്ളൂ. സ്ട്രോക്ക് ആയാലും സ്പൈനൽ കോഡ് ആയാലും ഹെഡ് ഇഞ്ചുറി ആയാലും എത്രയും പെട്ടെന്ന് ഒരു റീഹാബിറ്റേഷൻ കൊടുക്കുകയാണെങ്കിൽ അത് ഒത്തിരി ബെറ്റർമെൻറ്റിന് കാരണമാകുന്നുണ്ട്. ഇപ്പം സ്പൈനൽ കോഡ് ഒരു സർജറി ചെയ്തൊരു പേഷ്യൻറ്റ് കുറേ നാൾ വീട്ടിൽ കിടന്നു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ വീട്ടിൽ ബെഡിഡനായി തന്നെ കിടക്കുവാണ്. അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നില്ല. അപ്പം നമ്മളിവിടെ ഫുൾ ഒരു ഗ്രൂപ്പായിട്ട് എപ്പോഴും എല്ലാവരും അവരെ കെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു പേഷ്യൻ്റായിട്ട് നമ്മൾ ആരെയും ഇവിടെ വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ പരിഗണിക്കുന്നില്ല. അപ്പം അവർക്ക് സ്വാഭാവികമായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ളൊരു അവസരങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കൊരു ഞാൻ രോഗിയാണെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ ഞാനും നോർമലി ഈ സമൂഹത്തിലെ വ്യക്തിയാണ്, കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞതുപോലെ എനിക്ക് ഇനിയും കഴിയാൻ സാധിക്കും എന്നൊരു ചിന്തയിലേക്ക് വരുത്താനായിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുന്നു എന്ന് അവർ തന്നെ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ പേര് ഷിജു, സ്ഥലം പുത്തുംകുരിശാണ്. എനിക്ക് ജനുവരി 27-ാം തീയതി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. കാലിന് 4 ഒടിച്ചിൽ, കൈ ഒടിഞ്ഞു, കണ്ണടഞ്ഞു പോയി. 1 മാസക്കാലം ഞാൻ ചികിത്സയിലായിരുന്നു. അത് ഈ നേരെ നമ്മുടെ നെല്ലിമറ്റം പ്രതീക്ഷയിലേക്കാണ് ഞാൻ വന്നത്.
ഈ ആക്സിഡന്റ് നടന്നപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ഓർമ്മയില്ല. ഒരു മാസം ഇവിടെ ഒന്നും ഒട്ടും ഓർമ്മയില്ല. ഈ പ്രതീക്ഷയിൽ വന്നതിന് ശേഷം എനിക്ക് ഓർമ്മയ്ക്കായി വന്നു. പോയി നടന്നു തുടങ്ങി, പിടിച്ച് കണ്ണൊക്കെ പോയി തുറക്കണു. സിസ്റ്ററിന്റെ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒക്കെ പരിചരണം കൊണ്ടും ഫിസിയോതെറാപ്പി ചെയ്ത് ഞാൻ നടന്നു തുടങ്ങി. എനിക്ക് സിസ്റ്ററിനോടും സ്റ്റാഫിനോടും അതുപോലെ നന്ദി പറയുന്നു. നമ്മുടെ ഇവിടുത്തെ ഒരു ടൈം ടേബിൾ എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ പേഷ്യൻറ്റും എഴുന്നേൽക്കും. മോർണിംഗ് റുട്ടീനെല്ലാം അവരെ ചെയ്യാനായിട്ട് ബൈസ്റ്റാൻഡേഴ്സിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ബ്രഷിങ്, കുളിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, അതെല്ലാം ഒരു റുട്ടീൻ പോലെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതിന് എൻ്റെ കൂടെയുള്ള സ്റ്റാഫ് ഭയങ്കര പോസിറ്റീവായിട്ട് ഞങ്ങൾ കൂടെ നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. നമുക്കിവിടെ അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റുന്നത് ഒരു 20 പേർക്കാണ്. പിന്നെ ഔട്ട് പേഷ്യൻസ് ഇവിടെ പുറത്തൊക്കെ ബിൽഡിങ്ങിൽ വാടകയ്ക്ക് എടുത്തിട്ട് നിൽക്കുന്നവരുണ്ട്. നമുക്കൊരു സമയത്തൊരു 30 പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള 30-35 പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിന് അനുയോജ്യമായ സ്റ്റാഫും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഫുഡ് ഇവിടെ ഗ്യാസ് സ്റ്റൗ കൊണ്ടുവന്ന് അവർക്ക് ഇവിടെ ഉണ്ടാക്കി അവർക്ക് കഴിക്കാനുള്ളൊരു സൗകര്യമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് പേഷ്യൻ്റ് ഒരു അപകടം പറ്റിക്കഴിഞ്ഞ ഉടനെ വരികയാണെങ്കിൽ അവർക്കൊരു പെട്ടെന്നുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്, വീട്ടുകാരെയും നമുക്ക് ഒത്തിരി നാൾ കിടന്നു കഴിയുമ്പോൾ വീട്ടുകാരുടെ സാമ്പത്തികവും എല്ലാം തീർന്നു പോകുന്ന അവസ്ഥയാണ്. അപ്പം എത്രയും പെട്ടെന്ന് അവർക്കൊരു പോസിറ്റീവ് സപ്പോർട്ട് കൊടുക്കാനായിട്ടൊരു സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇനിയും വരുന്ന എല്ലാവരെയും ചേർത്ത്, പിന്നെ ഇവിടെ നിന്ന് വന്നു പോയിട്ടുള്ളവർ തമ്മിലൊരു കൊളാബറേഷൻ എപ്പോഴും ഉണ്ട്. അപ്പം അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുക. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ശക്തി മാത്രമാണ് ഇവിടുത്തെ ഈ വ്യത്യാസങ്ങൾ മനുഷ്യർ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു പോകാനായിട്ട് പറ്റുന്നത് എന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കത്തോലിക്കരായിട്ടുള്ള നമ്മുടെ പേഷ്യൻസിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുംസാരം, കുർബാന, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള സപ്പോർട്ട് നമ്മളിവിടുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ്ങിൽ ഞങ്ങൾ എല്ലാ പേഷ്യൻസും കൂടി, അന്യമതസ്ഥരുണ്ടെങ്കിൽ അതും നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും ഒരു അരമണിക്കൂർ വൈകുന്നേരം ഈവനിങ്ങിൽ ഒരു പ്രെയർ ഉണ്ട്, അതിനും എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അതോടുകൂടെയാണ് ആ ഒരു ദിവസം ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുന്നത്. എൻ്റെ പേര് ബാബു, വീട്ടുപേര് ആലപ്പാട്ട് കോട്ടയിൽ, സ്ഥലം കോഴിക്കോട് ജില്ലയിൽ വെലങ്ങാട്, നാദാപുരം വെലങ്ങാടെന്ന് പറയും. 5 മാസം മുമ്പേ കുഴഞ്ഞു വീഴുകയും എൻ്റെ ഫൈനൽ കോഡ് സർജറി ആവുകയും ചെയ്ത് സർജറി കഴിഞ്ഞവരാണ്. സർജറി കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എനിക്ക് എൻ്റെ കാലിൻ്റെ വിരൽ പോലും ചലിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം എല്ലാ നല്ല നിലയിൽ ശരീരങ്ങളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. 2 പേരുടെ സഹായത്തോടു കൂടി എനിക്ക് നടക്കാനായി വരുന്നുണ്ട്. എല്ലാം നല്ല നിലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 1-2 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എല്ലാ ദിവസവും എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ രോഗികളും ഞാനുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും ഞാൻ മെയിനായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കൊണ്ടുപോകാറുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് എൻ്റെ അധികാരികൾ എന്നെ വിശ്വസിച്ച് ഈ സ്ഥാപനം ഏൽപ്പിച്ചു. അത് അവരുടെ സഹകരണത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എൻ്റെ അധികാരികൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനായിരിക്കുന്ന എൻ്റെ ഈ പ്രതീക്ഷാ മഠത്തിലും ഞങ്ങളുടെ പ്രായമായ സിസ്റ്റേഴ്സാണ് അധികം ഇവിടെ ഉള്ളത്. ഞാൻ എന്നിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. ഞാൻ ഈ പേഷ്യൻസിൻ്റെ കൂടെയാണ് രാവും പകലും വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആവശ്യമുള്ളത് ബെഡ് സോറോ, ഇഞ്ചക്ഷനോ, മെഡിസിനോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നെ പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ അവർക്ക് സഹായിച്ചു കൊടുക്കുന്നു. ഒത്തിരി ബെഡ് സോറുള്ള പേഷ്യൻസാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ഒരു 2-3 മാസമൊക്കെ എടുക്കും ഒന്ന് ക്യൂറായിട്ട് കയറി വരാനായിട്ട്. എന്നാലും എല്ലാവരും വളരെ തൃപ്തിയോടുകൂടി തിരിച്ചു പോകുന്നൊരു അനുഭവം നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് മനസ്സിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഒത്തിരി ദൈവപരിപാലനം നമുക്കിവിടെ കാണാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. കാരണം അതുപോലെയാണ് പേഷ്യൻസ് വരുന്നത്. എന്നിട്ട് ഇവർ സന്തോഷമായിട്ട് ഈശോയെ സ്തുതിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. എനിക്ക് എടുത്തു പറയത്തക്ക ഒരു ബന്ധമുള്ളത് എൻ്റെ
മാതാപിതാക്കളോടും എൻ്റെ സഹോദരങ്ങളോടുമാണ്. അവരും എൻ്റെ ഈ പ്രവർത്തനങ്ങളിൽ ഏറെ എന്നെ കരുതുന്നവരാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ റീഹാബിലിറ്റേഷൻ തെറപ്പി പഠിച്ചു കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ ഒരു 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഈ ഫീൽഡിനെ സ്നേഹിക്കാനും ഈ ഫീൽഡിൻ്റെ ആവശ്യമായ എല്ലാ രീതികളും എനിക്ക് പറഞ്ഞു തന്ന് എന്നെ കൂടെ നടത്തിയ ഈ പ്രതീക്ഷ തുടങ്ങിയ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്റർ മേരിലാൽ SD. ആ അമ്മയുടെ സപ്പോർട്ടും കരുതലുമാണ് ഇന്ന് എന്നെ ഇത്രയൊക്കെ ചെയ്യാനായിട്ട് ഒരുക്കിയത് എന്ന് ഏറെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു.